വിവാദമായ മിസ നാടകം വീണ്ടും അവതരിപ്പിക്കാൻ ഒരുങ്ങി ഡിവൈഎഫ്ഐ. സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ നാടകം അവതരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കും വിധം നാടകത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതും വ്യാജ പ്രചാരണങ്ങൾ ഉണ്ടായതിനും പിന്നാലെയാണ് അങ്ങനെ ഒരു തീരുമാനം. വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയൻ അവിടെ നിന്ന് ചേർന്നു. ലെവിൻ, ഇതിപ്പോൾ ആ നാടകത്തിലെ ചില രംഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് അതിലെ നഗ്നത ഉണ്ട് എന്ന് പറഞ്ഞ് വല്ലാത്ത തോതിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ചില കേന്ദ്രങ്ങൾ. ഇപ്പോൾ അതിൽ ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐ നേതൃത്വം വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇന്ന് രാവിലെ ആ അഭിനേത്രിയും നാടകത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. വലിയ തോതിൽ സംസ്ഥാനത്താകെ ചർച്ചയായിട്ടുമുണ്ട്. അതുകൊണ്ട് നാടകം വീണ്ടും ഒരിക്കൽ കൂടെ മുഴുവനായിട്ടും അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും സനീഷ്, അങ്ങനെ തന്നെയാണ്. ചിന്നൂസ് ചിലങ്ക ഇന്ന് രാവിലെ നമ്മളോടായി നടത്തിയ പ്രതികരണത്തിൽ നാടകത്തിന്റെ രാഷ്ട്രീയ പ്രമേയത്തെ അല്ല വിമർശിക്കുന്നത്, നാടകത്തിന്റെ ഏതെങ്കിലും ഒരു സെക്കൻഡുകൾ മാത്രമുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ അത് വ്യാജ പ്രചരണം എന്നുള്ള നിലയിൽ അശ്ലീല പരാമർശങ്ങളും പാട്ടുകളും ഒക്കെ ചേർത്ത് പ്രതികരിക്കുന്നു എന്നുള്ളതായിരുന്നു ചിന്നൂസ് ചിലങ്ക പറഞ്ഞത്. ഏതായാലും ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ ആ നാടകം വീണ്ടും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഭാരവാഹികൾ മാധ്യമങ്ങളെ കാണുകയാണ്. വിവിധ അനുബന്ധ പരിപാടികളുടെ കൂട്ടത്തിലാണ് മിസ എന്നു പേരുള്ള ഒരു നാടകം ഇവിടെ അവതരിപ്പിച്ചത്. ആ നാടകത്തിലെ നായിക കഥാപാത്രം അവതരിപ്പിച്ച ചില പ്രത്യേക ദൃശ്യങ്ങൾ മാത്രം വെട്ടിയെടുത്ത് പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഡിവൈഎഫ്ഐക്കെതിരായിട്ടുള്ള ഒരു അപവാദ പ്രചരണമായി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞങ്ങൾ ഇന്നലെ വിശദീകരിച്ചിരുന്നു. മിസ എന്ന് പറയുന്ന നാടകം രാജ്യത്ത് 77-ൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങി മരണപ്പെട്ടുപോയ വിഖ്യാത നടി അവരുടെ ജീവിതം വരച്ചു കാട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ഒരു നാടകത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ തികച്ചും സദാചാരത്തിൻ്റെ കണ്ണിൽ കൂടി അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഡിവൈഎഫ്ഐ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പം അതിൽ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് ആദ്യമേ പറയാനുള്ളത്. നിയമ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, ആ നാടകം ഞങ്ങളുടെ പൊതുസമ്മേളന വേദിയിൽ നാളെ പ്രദർശിപ്പിക്കും എന്നുകൂടി ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയാണ്. അടിയന്തരാവസ്ഥ 77-ൽ പ്രഖ്യാപിച്ച് രാജ്യത്തെ നിരവധി മാധ്യമപ്രവർത്തകരെയും കലാകാരന്മാരെയും എഴുത്തുകാരെയും ഒക്കെ വേട്ടയാടിയ വലിയ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോഴും ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുകൂടി ഈ നാടകത്തിൻ്റെ പ്രസക്തി വിളിച്ചു പറയുന്നുണ്ട്. കാരണം നിരവധി മാധ്യമപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, സിനിമക്കാർ എല്ലാം വെട്ടയാടപ്പെട്ട ഒരു കാലമാണ്. സ്റ്റാൻ സ്വാമി അതിക്രൂരമായി ഭരണകൂട ഭീകരതയുടെ ഭാഗമായി കൊലയപ്പെട്ട മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന അനുഭവമുണ്ട്. ഗൗരി ലങ്കേഷെ പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് വെടിയേറ്റ് മരിക്കേണ്ടി വന്ന അനുഭവമുണ്ട്. ഗോവിന്ദ ബൻസാരിയും കലബുർഗിയൊക്കെ വെടിയേറ്റ് മരിച്ച ഇന്ത്യയാണ്. ഇപ്പോൾ വർത്തമാന ഇന്ത്യയുടെ അനുഭവങ്ങൾ കൂടി വിവരിക്കുന്ന, അതിലേക്ക് കൂടി രാഷ്ട്രീയ ഉള്ളടക്കത്തോട് പ്രവേശിക്കുന്ന ഒരു നാടകത്തെ തികച്ചും അങ്ങേയറ്റം ഹീനമായ നിലയിൽ വ്യാഖ്യാനിച്ച് ഡിവൈഎഫ്ഐക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം തള്ളിക്കളയണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിലെ രാഷ്ട്രീയം ഇപ്പോൾ പറഞ്ഞത് വേറെ ഒറ്റ കാര്യം നിങ്ങൾ മാധ്യമങ്ങൾ കാണണം. അതിനാണ് പറയുന്നത്. ഇത് രതീഷ് പി കെ എന്ന് പറയുന്ന ഒരു ഹാൻഡിലാണ്, കോൺഗ്രസിന്റെ ഒരു ഹാൻഡിലാണ്. ഇതിലെ ശബ്ദം നിങ്ങൾ നോക്ക്. ഈ പാട്ടാ കൊടുക്കുന്നത്, നിങ്ങൾ കണ്ടു കാണും. ഇതിൽ ഞങ്ങളുടെ ഇങ്ങനെ കൊടുക്കുക, ഇത്രയും വൾഗറായിട്ട് വേറെ പാട്ടിട്ട് വക്രീകരിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാരുടെയും ഇടതുപക്ഷ നേതാക്കന്മാരുടെയും ഒക്കെ ചിത്രം കൊടുത്ത് കാണുന്നില്ല നിങ്ങൾ, വക്രീകരിച്ച് ഇവർ ഓരോരുത്തരുടെയും ഇംഗിതത്തിന്, അവരുടെ മനോവൈകൃതത്തിനനുസരിച്ച് ഇതിനെ അങ്ങ് പ്രചരിപ്പിക്കുക. എന്നിട്ട് ഞങ്ങളുടെ സമ്മേളനത്തെ മോശമാക്കി കാണിക്കുക, ഡിവൈഎഫ്ഐയെ മോശമാക്കി കാണിക്കുക. അതിൻ്റെ രാഷ്ട്രീയമൊക്കെ സഖാവ് സനോജ് ഇവിടെ സൂചിപ്പിച്ചു.
ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട പ്രസക്തമായ ഈ കാലഘട്ടത്തിൽ ഒരു ആവിഷ്കാരത്തെ എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കളാണ് ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോമിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തത്. ഒരു കമൻറ്റ്, എൻ്റെ പോസ്റ്റിനടിയിലുള്ള കമൻറ്റ് PK ശ്രീമതി ടീച്ചറെ കുറിച്ചാണ്. എന്താ ഇവിടെ നടക്കുന്നത്? ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? എന്ത് തോന്നിവാസവും വിളിച്ചു പറയുന്ന തരത്തിലേക്ക് എങ്ങനെയും ഒരു കലാകാരിയെ അപമാനിക്കുകയും അതുപോലെ തന്നെ ഇതിനെ മറ്റ് ചിത്രങ്ങളിൽ വെട്ടിയൊട്ടിച്ച് പല രീതിയിൽ പ്രചരിപ്പിക്കുക ഈ സോഷ്യൽ മീഡിയയിലൂടെ. ഇതിന് കയറൂരി ഇട്ട് കൊടുക്കുക. VD സതീശൻ്റെ ടീം, സോഷ്യൽ മീഡിയ ടീം MDMA സംഘമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. നേതാക്കളാണ് സംസാരിക്കുന്നത്. അവിടെ DYFI സംസ്ഥാന സമ്മേളനത്തിന് അനുബന്ധ പരിപാടികൾ ഉണ്ടായിരുന്ന മിസ എന്ന നാടകത്തിൽ ചില പ്രത്യേക രംഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ചില സിനിമാ പാട്ടുകളും മറ്റുമൊക്കെ കയറ്റിയിട്ട് അതിനെ അശ്ലീലമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. അതിലെ നടിയെ വല്ലാത്ത തോതിൽ ആക്രമിക്കുന്ന നിലയുണ്ടായിരിക്കുന്നു എന്നത് സംബന്ധിച്ച് ഉള്ള വിശദീകരണം അത് സംബന്ധിച്ച് സംസാരിക്കാനാണ് DYFI നേതാക്കളായ VK സനോജും V വസീഫും എത്തിയത്. ഈ കോൺഗ്രസിൻ്റെ ഹാൻഡിലുകളാണ് ഇത്തരം ശരിയല്ലാത്ത കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതെന്നാണ് അവർ വിമർശിക്കുന്നത്. ഈ നാടകം രണ്ടാമതൊന്നുകൂടെ കളിക്കാൻ അവിടെ വേദിയിൽ തന്നെ ഒന്നുകൂടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്.